പ്രതിപക്ഷ ഉപനേതാവ് പദവി അടഞ്ഞ അധ്യായമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അഭിപ്രായത്തിനെതിരെ പരസ്യ നിലപാടുമായി CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ല, കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിയ പാരമ്പര്യം ഇടതു പാർട്ടികൾക്കുണ്ട്. CPI പണ്ട് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ടെന്നാണ് പിണറായിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പ്. CPI പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയല്ല CPI. പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇടതുപക്ഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുന്നു. EFC വിഷയത്തിൽ ഉൾപ്പെടെ CPI നിലപാടാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സമയങ്ങളിൽ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനോ നേതൃത്വം എടുക്കാനോ മുന്നിട്ട് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിലപാടിൽ മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഉപനിർസ്ഥാനം CPI ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും പിണറായിക്ക് മറുപടി പരസ്യമായി പറയുക എന്നത് CPIയുടെ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. അതാണിപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ തർക്കം മുന്നണിയെ എത്ര കണ്ട് ബാധിക്കും? ഇതിനൊരു അനുനയം ഉണ്ടാകുമോ? സജിത്തെ, പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകുന്നില്ലതിനെ ചൊല്ലി CPI ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദത്തിനും പരസ്യമായി ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാക്കുകളാണ് CPI ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. CPIയുടെ ആവശ്യത്തെ പൂർണ്ണമായും അവഗണിച്ച് തള്ളുക എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിനെ ഒരു തീരെ ഗൗരവം കൊടുക്കാത്ത തരത്തിലേക്ക് ആണ് പ്രതികരണം ഉണ്ടായത്. അതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ പരസ്യമായ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറാണ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. PP സുനീറിന്റെ പ്രതികരണം കുറെ കൂടി രൂക്ഷമായിരുന്നു എന്ന് വേണം പറയാൻ. ഇങ്ങനെ ഒരു ഗതി, ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായതിന് കാരണം CPI പറഞ്ഞ വാക്കുകളൊക്കെ അവഗണിച്ച് തള്ളിയതാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. PMCയിലടക്കം CPI പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമായിരുന്നില്ല. ഇനിയെങ്കിലും ഈ പരാജയം വന്നിട്ട് നിങ്ങൾ പാഠം പഠിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് CPIയുടെ ആവശ്യത്തെ അവഗണിച്ച് തള്ളും ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം കൂടിയാണ്. ഇതുവരെയും ഈ മന്ത്രിസഭ രൂപം കൊണ്ട് നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരിക്കൽ പോലും LDFന്റെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് LDFന് അംഗങ്ങളുടെ എണ്ണം വല്ലാതെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു നിയമസഭയിൽ അങ്ങനെ ഒരു യോഗം ചേരാൻ പോലും കഴിയുന്നില്ല. പലപ്പോഴും CPI അങ്ങനെയോ CPM പരസ്പരം പരസ്യമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം നിയമസഭയിൽ ഉണ്ടാക്കാതെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു യോജിച്ച നീക്കം ഇപ്പോഴും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ CPI ഇങ്ങനെ ഒരു പ്രതികരണം വന്ന നിലയ്ക്ക് CPIയുടെ അവരുടെ പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ ഒരു അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു പ്രതികരണം. അത് അടഞ്ഞ അധ്യായമാണ്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതികരണമായിരുന്നുവെങ്കിൽ പോലും ചിലപ്പോൾ ഈ തരത്തിൽ CPIയുടെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ CPIയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പരസ്യ പ്രതികരണം തന്നെയാണ്. ആ പാർട്ടിയുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പദവി നിയമസഭയുടെ ചട്ടങ്ങളിൽ എവിടെയും ഇല്ല. പക്ഷേ നേരത്തെ അങ്ങനെ ഒരു പദവി അനൗദ്യോഗികമായി നൽകുന്ന രീതി ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതൃ പദവിയിലേക്ക് വരികയും പിന്നീട് ഉമ്മൻചാണ്ടി ആയിരിക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷ ഉപനേതൃ പദവിയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊരു മുറി അനുവദിക്കുമെന്നതിനപ്പുറത്തേക്ക് നിയമപരമായി ഒന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ ഉപനേതാവാണ് പ്രധാനപ്പെട്ടയാൾ എന്നുള്ളതുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാളാണ് നേതാവ് എന്നുള്ളതുകൊണ്ട് കുറെ കൂടി ചെറുപ്പക്കാരനായ ഒരാൾ ഉപനേതാവ് സ്ഥാനത്തേക്ക് വേണമെന്നുള്ളത് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആകെ ഒരു പൊതുവികാരം കൂടിയാണ്. അത് KN ബാലഗോപാലിന് നൽകുക എന്നുള്ളതാണ് CPMന്റെ നിലപാട്. പക്ഷേ CPI അത് അംഗീകരിക്കുന്നില്ല. CPIക്ക് വേണം അത് രാജനെ പോലെ ഒരു നേതാവിനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നുള്ള നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വീണ്ടും ഈ വിഷയം സജീവമായ ചർച്ചയിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ ഇന്നലത്തെ പിണറായി വിജയന്റെ പ്രതികരണവും അതോടെ തന്നെ തുടർന്നുണ്ടായ ബിനോയ് വിശ്വത്തിന്റെയും ഇന്ന് PP സുനീറിന്റെ പരസ്യ പ്രതികരണവും വ്യക്തമാക്കുന്നത്. അതാണ് പ്രശ്നം. ഉപനേതാവ് സ്ഥാനം യാതൊരു തരത്തിലുള്ള ഭരണഘടനാ ബാധ്യതയും ഇല്ലാത്തൊരു പോസ്റ്റിന് വേണ്ടി ഇടതുമുന്നണിയിൽ തർക്കം. തോൽവി പരിശോധിക്കുന്നതിനപ്പുറം ഇത്തരം ചർച്ചകളിലേക്ക് കൂടി കടക്കുന്നു ഇടതുമുന്നണിയിൽ തർക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.